ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാസർഗോഡ് വിദ്യാനഗറിൽ ഒരു മാജിക് ലാൻഡ് എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ മക്കളുടെ ഫ്രണ്ട്സൊക്കെ അതിന് പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ ഇവരോട് പറയും. അങ്ങനെ ഇവരും ഞങ്ങളുടെ പുറകെ നടക്കുകയാണ് കുറേ ദിവസമായിട്ട്, നമുക്കും പോവാന്ന് പറഞ്ഞിട്ട്. ഇന്ന് എന്തായാലും ഹസ്ബൻഡിന് സമയവും സൗകര്യമൊക്കെ ഒത്തു വന്നതുകൊണ്ട് ഞങ്ങളത് കാണാനായിട്ട് വന്നതാണ്. മുന്നിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കവാടമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീസ്. 5 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെയാണ് പ്രവേശന സമയം. അകത്തേക്ക് കയറി വന്നാൽ ആദ്യം കാണുന്നത് പലതരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളുടെ എക്സിബിഷനാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെ ഇവിടെ കാണാൻ പറ്റും. കുട്ടികൾക്കും എനിക്കുമൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇങ്ങനെയുള്ള എക്സിബിഷൻ പല സ്ഥലങ്ങളിലും ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. മാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ. പിന്നെ കുറച്ച് സ്ഥലം ഒരു ടണൽ പോലെയുള്ള അക്വേറിയാണ്. മുകളിലൊക്കെ ഫുള്ള് വെള്ളം നിറച്ചിട്ട് പലതരത്തിലുള്ള മീനുകളെ ഇവിടെയും കാണാം. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കാർട്ടൂൺ കോമിക് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ കൂടെയൊക്കെ ഡാൻസ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ ഒരു കറങ്ങുന്ന സ്റ്റാൻഡിൽ കയറി നിന്നിട്ട് സെൽഫി എടുക്കാനുള്ള സൗകര്യമുണ്ട്. 2 പേർക്ക് കയറി നിന്ന് സെൽഫി എടുക്കുന്നതിന് 100 രൂപയാണ് ചാർജ്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കയറിയില്ല. പിന്നീട് അങ്ങോട്ട് കുറേ സ്റ്റാളുകളാണ്. കുറച്ച് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പലതരം അച്ചാറുകളും കുറച്ച് ഫുഡ് പ്രോഡക്റ്റും ഒക്കെ ഈ സ്റ്റാളുകളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. കൂടാതെ പഴയ കാലത്തെ കുറച്ച് സ്വീറ്റ്സിന്റെ ഒരു സ്റ്റാളും ഉണ്ടായിരുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറച്ച് മുട്ടായികൾ ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളും ബ്യൂട്ടി പ്രോഡക്റ്റും അങ്ങനെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഫുഡ് കോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ അനിമൽസിന്റെയും ബേർഡ്സിന്റെയും ഒക്കെ എക്സിബിഷനാണ്. ഒരാൾ ഇവിടെ ഇങ്ങനെ ഒരു പാമ്പിനെ കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതിനെ പിടിച്ചോ കഴുത്തിലിട്ടോ ഒക്കെ സെൽഫി എടുക്കാം. അതിന് പ്രത്യേകം ക്യാഷ് കൊടുക്കണം. ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് പാമ്പിന്റെ അടുത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല. അകത്ത് ഒരുപാട് വെറൈറ്റീസിലുള്ള അനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ബേർഡ്സും മറ്റു ചെറിയ ചെറിയ ജീവികളും ഒക്കെ ഇവിടെയുണ്ട്. ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത കുറേ ഇനത്തിൽപ്പെട്ടവ. ഇതിന് പുറത്തിറങ്ങിയാൽ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെയുള്ള കുറേ റൈഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ റൈഡിലും കയറുന്നതിന് പ്രത്യേകം ചാർജസ് ആണ്. ഞങ്ങൾ ഇവിടെയുള്ള ജെയിന്റ് വീലിൽ കയറുന്നതിന് മുമ്പ് ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. മക്കൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കറങ്ങി മുകളിൽ ചെന്നിട്ട് താഴോട്ട് വരുമ്പം വയറ്റിനകത്ത് ചെറിയൊരു ആളിക്കത്തൽ വരും. അതല്ലാതെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനമായിട്ട് ഇച്ചു ഇവിടെയുള്ള വലിയൊരു ബലൂണിൽ കയറി കുറച്ചു നേരം കളിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.